വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 2ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പീരിയോഡിക് ടേബിൾ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും നോട്ടാണ്. എൻ്റെ ക്ലാസ് കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് നോട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അപ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. സ്കൂളിൽ അഥവാ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ട്യൂഷന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടാൽ മതി കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ അതിന് മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും കാണുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ തന്നെ സോഷ്യലിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിൻ്റെ എല്ലാം നോട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല, നമ്മൾ 5ാം ക്ലാസ് 6, 7, 8, 9 ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഈ 2 ചാപ്റ്റർ വെച്ച് മിക്കവാറും ഉള്ളതിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ക്ലാസ്സിൻ്റെ ഒക്കെ എല്ലാ ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഏതെങ്കിലും നോട്ട് കിട്ടുന്നില്ല, സ്കൂളിൽ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ കേട്ടോ ചോദിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ പാഠം കെമിസ്ട്രിയുടെ 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ എന്താ കുഞ്ഞുങ്ങൾ ഈ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പടം നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ്. മിക്കവാറും നിങ്ങളുടെ കെമിസ്ട്രിയുടെ ഏത് പുസ്തകം എടുത്താലും ഈ ഒരു സാധനം കാണും അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു സാധനം ഉണ്ട് അല്ലേ? കെമിസ്ട്രിയുടെ പുസ്തകത്തിൻ്റെ മിക്കവാറും ഫസ്റ്റ് പേജിലോ ലാസ്റ്റ് പേജിലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു സാധനം കാണും കേട്ടോ. പീരിയോഡിക് ടേബിൾ എന്നാണ്. അതായത് എന്തുവാണെന്നറിയാമോ? നമുക്കിപ്പം നമ്മൾ ആറ്റങ്ങളെക്കുറിച്ച് പഠിച്ചില്ലേ കുഞ്ഞുങ്ങളെ? ആറ്റങ്ങൾ, ഈ ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ മാത്രം അടങ്ങിയ ശുദ്ധ പദാർത്ഥങ്ങളെ നമ്മൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് വിളിക്കും. എന്താണെന്ന് ഞാനൊന്ന് പറയാം കേട്ടോ. കാരണം എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ഇതിനകത്തിലോട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. മനസ്സിലാക്കണമല്ലോ, ഒരേ ഇനം ആറ്റങ്ങൾ. ആറ്റമൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ആറ്റത്തിനകത്തിൽ ആരൊക്കെയുണ്ട്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. 1ാമത്തെ ചാപ്റ്ററിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ? ആറ്റത്തിനകത്തിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ ഉണ്ട് അല്ലേ? ഇലക്ട്രോൺ ആണ് അതിനകത്തിലെ ആ ഓർബിറ്റിൽ കടന്നു ഓടുന്നതും, പ്രോട്ടോണും ന്യൂട്രോണും അതിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ളതാണെന്നും ഇതിനൊക്കെ ഏത് ചാർജ് ആണെന്നും ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ചതെന്നും ഒക്കെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് അതുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആറ്റങ്ങൾ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള നല്ല ശുദ്ധമായ പദാർത്ഥത്തെയാണ് നമ്മൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പടത്തിനകത്ത് നോക്കിയാൽ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയോ നിങ്ങൾ? മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? 118 മൂലകങ്ങളാണ് ഇത്രയും നാളായിട്ട് എല്ലാവരും കൂടി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എത്ര? അത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും മൊത്തം എലമെൻസുകൾ എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 118 എണ്ണം ഉണ്ട് കേട്ടോ. അത് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ സംയോജിച്ച് സംയുക്ത തന്മാത്രകളൊക്കെ ഉണ്ടാകുന്നു. കോടാനുകോടി സംയുക്തങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര? കോടിക്കണക്കിന് സംയുക്തങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. മനസ്സിലാണേ? ഓരോ മൂലകത്തിനും എല്ലാ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ വന്നേ, ഇതൊക്കെ എങ്ങനെയാ കിട്ടിയെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഇത് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിലോട്ട് പോകാം. അതായത് ഇത്രയൊന്നും ഓർത്തണേ കുഞ്ഞുങ്ങളെ. അതായത് മൂലകങ്ങളെക്കുറിച്ച് നമ്മൾ പഠനം എളുപ്പമാക്കാൻ വേണ്ടി പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. ഓരോ മൂലകത്തിനും അതിൻ്റെതായ അറ്റോമിക് നമ്പർ ഉണ്ടാവും. നമ്മൾ 1ാമത്തെ പാഠത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാ. ഓരോ മൂലകത്തിനും അതിൻ്റെതായ ഒരു അറ്റോമിക് നമ്പർ. ഇതൊരു ബേസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, കാരണം പാഠത്തിലോട്ട് കയറാൻ വേണ്ടി. ആറ്റത്തിൻ്റെ കേന്ദ്രമായ ന്യൂക്ലിയസ് അല്ലേ? ഒരാറ്റം നമ്മൾ കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിൻ്റെ നടുക്കാര ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണുകളും ഉണ്ട് അല്ലേ? ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇലക്ട്രോൺ അതിന് വട്ടം കിടന്ന് ഓടുക അല്ലേ? ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിനുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെ കുഞ്ഞുങ്ങളെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്താണ്? ഐസോടോപ്പ്, ഐസോബാർ, ഇതൊക്കെ എന്താണെന്ന് 1ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിച്ചതാ കേട്ടോ. അപ്പോൾ ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് തന്നെയാണ് അറ്റോമിക് നമ്പറുകൾ. ആറ്റത്തിൽ പ്രോട്ടോണുകൾ മാത്രമേ ഉള്ളൂ, ആറ്റങ്ങളിൽ അല്ല. ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും ഉണ്ട് അല്ലേ? ഇത് കണ്ടെത്തിയ മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനെയാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ പീരിയോഡിക് ടേബിൾ എന്നാൽ എന്തെന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? നമ്മളിപ്പോൾ ഒരു 118 മൂലകങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ? അവയുടെ അറ്റോമിക് നമ്പറിന്റെ, ഓർത്തോണേ, അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതിനെ നിങ്ങളെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് പ്രകൃതിദത്തമായിട്ട് മൊത്തം 92 എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളുണ്ട് കേട്ടോ.
നാച്ചുറൽ അല്ലേ, പ്രകൃതിദത്തമായിട്ട് 92 എലമെൻറ്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങളുണ്ട്. ബാക്കിയുള്ളവയൊക്കെ ലാബിലുണ്ടല്ലോ, ലബോറട്ടറികളിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആകെ എത്ര മൂലകങ്ങളുണ്ടെന്നാണ്? 118 മൂലകങ്ങൾ നിലവിലുണ്ട്. ഒന്ന് പഠിച്ചു വെച്ചേനെ വരും കേട്ടോ. എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ അതായത് മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ പീരിയോഡിക് ടേബിള് അല്ലേ. ആദ്യം നമ്മൾ ഈ മൂലകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ നിങ്ങളെ, നമ്മൾ ഈ മൂലകങ്ങളെ മെറ്റല് നോൺ മെറ്റല് എന്നിങ്ങനെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചായിരുന്നു. കാരണം ഇത് എന്തുവാണെന്നൊന്നും ആദ്യകാലത്തെ അറിയില്ലായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ലാവേസിയർ എന്ന് പറയുന്ന ഒരാൾ ആണ് ഈ മെറ്റലും നോൺ മെറ്റലും എന്നിങ്ങനെ രണ്ടായിട്ട്, അതായത് ലോഹങ്ങളും അലോഹങ്ങളും ഉണ്ടെന്ന് കേട്ടോ, ലെവോസിയർ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, എന്നാലും അദ്ദേഹമാണിത് മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും ഒക്കെ തിരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡൊമേറിയൻ എന്ന് പറയുന്ന ആൾ അതിനുശേഷം വീണ്ടും അടുത്തത് ഓരോന്ന് കണ്ടുപിടിച്ചു. ന്യൂലാൻഡ് അതിനുശേഷം വേറെ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് വന്നതിന് ശേഷമാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മെൻലീഫ്. നമ്മുടെ പാഠത്തിനകത്തിൽ അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് മെൻലീഫ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, പടം നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലേ. ഓക്കെ, മെൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, MENDLE മെൻലീവ് കേട്ടോ. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെയാണ്. എന്ന് വെച്ചാൽ ആദ്യമായി മൂലകങ്ങളെ ഒരു ടേബിൾ രൂപത്തിൽ ആദ്യമായിട്ട് മൂലകങ്ങളെ എല്ലാം കൂടെ ഒരു ടേബിൾ രൂപത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ മെൻഡലീഫാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് മൊത്തം 63 എലമെൻറ്റ്സ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് അദ്ദേഹം കണ്ടുപിടിച്ച കാലത്ത് 63 എലമെൻറ്റ്സുകളെ ഉണ്ടാവുള്ളൂ. അദ്ദേഹം അത് വെച്ചൊരു ടേബിള് ഉണ്ടാക്കി. മനസ്സിലായോ? ഇതിൻ്റെ ഈ മെൻഡലീവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫ് ഈ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ നിങ്ങൾ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ മെൻഡലീഫ് എലമെൻറ്റ്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെയാണ് കേട്ടോ. അത് ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് കേട്ടോ. അറ്റോമിക മാസ്, അതായത് നമ്മുടെ ടെസ്റ്റിൽ അത് പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചു തരാം. നോട്ട് ഇതിനകത്തിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ഫസ്റ്റ് ചോദ്യം, ഒരു പേന എന്ന് പറഞ്ഞൊരു സാധനം താഴെ വെച്ച പിന്നെ കാണില്ല അല്ലേ. ഓക്കെ, നോക്കൂ കുഞ്ഞുങ്ങളെ ഇതിനകത്തിൽ. അതായത് കുട്ടികൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെ പീരിയോഡിക് ടേബിളിൻ്റെ മാതൃക നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. ചിഞ്ചു ബിഞ്ചു ഡിങ്കു ബിങ്കു 4 പേരും കൂടി നോക്കിക്കേ, കുറേ എലമെൻറ്റ്സുകൾ ഇതിനകത്തിൽ കിടപ്പുണ്ട് അല്ലേ, കുറേ മൂലകങ്ങൾ കിടപ്പുണ്ട്. ഈ കുട്ടികളെല്ലാം കൂടെ 4 എണ്ണം കൂടി എന്ത് ചെയ്യുക, ഒരു പീരിയോഡിക് ടേബിളിൻ്റെ മാതൃക നിർമ്മിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഈ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് രസതന്ത്ര പഠനം എളുപ്പമാക്കാൻ, നമ്മുടെ കെമിസ്ട്രി എളുപ്പമാക്കാൻ മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പീരിയോഡിക് ടേബിൾ സഹായകമാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്നും പഠിക്കേണ്ട, ഇത് മുതലാവും നിങ്ങളെ പഠിക്കേണ്ടത്. അതായത് മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും, ഓർത്തോണേ, മൂലകങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയക്കാർ ആ വരി ഒന്ന് ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേരെ, ബാക്കി മെൻഡലീഫ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? DI മെൻഡലീഫ് എന്ന് വേണേ പറയാം. പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേരെ കുഞ്ഞുങ്ങളെ, ഞാൻ ഒരിക്കലും മെൻഡലീഫ് കേട്ടോ. MEND മെൻഡലീവ് കേട്ടോ. മെൻഡലീഫ് എന്നാണ് കണ്ടോ ഇംഗ്ലീഷ് നോക്കിയേ, മെൻഡലീവ്. അതായത് നമ്മുടെ മൂലകങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ എലമെൻസിൻ്റെ ആദ്യകാലം പണ്ട് കാലത്ത് വർഗീകരണ ശ്രമങ്ങളും അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലീഫ് ആവിഷ്കരിച്ച പീരിയോഡിക് നിയമവും നിങ്ങൾക്ക് പരിചിതമാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. 1869 നമ്മുടെ മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിൻ്റെ കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ തന്നെയും നോക്കണേ കുഞ്ഞുങ്ങളെ, 1869 നമ്മൾ അന്നൊക്കെ ജനിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനൊക്കെ ജനിച്ചിട്ടുണ്ടോ? അമ്മ ജനിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച്. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ, അദ്ദേഹം ആ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം കേട്ടോ ഘടനയെക്കുറിച്ചോ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ കണങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ധാരണ അന്നേരം രൂപപ്പെട്ടിരുന്നില്ല
കാരണം ഇതിനെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുവെക്കും? ഒരുപാടെണ്ണം ഉണ്ട്, നോക്കിക്കേ, ഒരു ബോക്സ് ഇതുപോലെ ഇരിക്കുക. ഇതിനെയൊക്കെ എവിടെ കൊണ്ടുവെക്കും? അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ ഇതിനെല്ലാം കൂടെ എവിടെ കൊണ്ടുവെക്കും? എന്നിരുന്നാലും നമ്മുടെ മെൻലീഫ് പീരിയോഡിക് ടേബിളിന് ധാരാളം മേന്മകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ മേന്മകളും, അതായത് മെറിറ്റ്സും ഡീമെറിറ്റ്സും പോയി അതാണ് മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മുടെ നോട്ട് ഇതിന് ശേഷമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം, ഈ ലിങ്കിൽ തന്നെ ലാസ്റ്റിലുണ്ട്. അപ്പം മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ, മെറിറ്റ്സ്, അതുപോലെ തന്നെ ഡീമെറിറ്റ്സും നമ്മുടെ ഇതിലുണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ ഒരു ചോദ്യം അതിനകത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഐസോട്ടോപ്പുകളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഐസോട്ടോപ്പ് ഓർമ്മയുണ്ടോ? ഐസോട്ടോപ്പ് ഹാവ് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് മാസ് നമ്പർ. എന്താ നിങ്ങൾ ഈ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇതിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നോക്കിയോ നിങ്ങൾ. ഇവിടെ ഇപ്പം നമ്മൾ സോഡിയം എന്നെടുക്കുക കേട്ടോ. സോഡിയം അതിൻ്റെ ഈ താഴെ തരുന്നതാ, ഓർത്തോണേ, മറന്നു പോകല്ലേ. താഴെ നോക്കിയോ നിങ്ങൾ, നമ്മുടെ ഇത് സോഡിയത്തിൻ്റെ ഇവിടെയും കൊടുക്കുക, ഞാൻ ഇവിടെയും കൊടുത്തെന്ന് വെച്ചോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ താഴെ ഉണ്ടല്ലോ, ഈ ഏതൊരു എലമെൻറ്റ്സ് നമ്മൾ എഴുതിയാലും അതിൻ്റെ താഴെ ഇത് തരുന്നതാണ് അറ്റോമിക് നമ്പർ. മറക്കരുത് കേട്ടോ. മേളിൽ വരുന്നത് മാസ് നമ്പറുമാണ്, മാസ് കേട്ടോ. ഈ അറ്റോമിക് നമ്പറാണ് ഇത്. അറ്റോമിക് നമ്പർ എന്തുവാന്ന് ഇനി എപ്പോഴും മറന്നോണേ, ഇത് ഓർത്തോടെ കേട്ടോ. അറ്റോമിക് നമ്പർ എന്തുവാന്ന് ഓർത്ത് വെച്ചേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പം ഈ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഐസോട്ടോപ്പുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരേ മൂലകത്തിന്റെ ഐസോട്ടോപ്പുകൾ തങ്ങളിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡു ദ ഐസോട്ടോപ്പ് ഓഫ് സെയിം എലമെന്റ്സ് ഡിഫർ ഫ്രം വൺ അനദർ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാം നിങ്ങളെ? ഐസോട്ടോപ്പ് ഹാവ് എങ്ങനെ എഴുതാം? സെയിം അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എപ്പോഴും എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഏത് എഴുതിയാലും, പൊട്ടാസ്യമോ കാൽസ്യം എന്ത് വേണമെങ്കിലും എഴുതിയാലും അതിൻ്റെ എല്ലാം എന്താണ്? അറ്റോമിക് നമ്പർ എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഏത് എലമെന്റ്സ് എഴുതിയാലും അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും കേട്ടോ. ഐസോട്ടോപ്പ് ഹാവ് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. എൻ്റെ തലയിൽ കയറിക്കുന്ന മാസ് നമ്പർ അതെല്ലാം വ്യത്യസ്തവുമായിരിക്കും. അതിൻ്റെ താഴെ വരുന്ന ഇതാണ് ഏതാ അറ്റോമിക് നമ്പർ, ഇതെല്ലാം സെയിമുമായിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പഠിച്ചതാണ്. മെൻലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1 മാർക്കിൻ്റെ ചോദ്യം മുമ്പ് ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മൂലകങ്ങളെ എങ്ങനെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെ ചോദ്യമാണത്. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത അറ്റോമിക മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേക സ്ഥാനം നൽകേണ്ടതില്ലല്ലോ. ഉദാഹരണം ഹൈഡ്രജൻ, ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് നോക്കിക്കേ. അറ്റോമിക് നമ്പർ ഓക്കെ 1 കണ്ടോ. ഇതിൽ അറ്റോമിക് നമ്പർ എന്താ? 1 ആണ്. പക്ഷേ മാസ് നമ്പർ ഓക്കെ 1, 2 വ്യത്യസ്തമല്ലേ? മനസ്സിലാക്കണേ നിങ്ങൾ. ഐസോട്ടോപ്പാണ്, ഐസോട്ടോപ്പിൻ്റെ കാര്യമാണ്. ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത എപ്പോഴും എന്തായിരിക്കും? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല എന്നതാണ്. എന്നാൽ അതിനുശേഷം അടുത്തൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. പിന്നെ ഇത് ഞാൻ നോട്ടിപ്പോൾ തരുന്നുണ്ട് കേട്ടോ, എഴുതി ഞാൻ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ലിങ്കിൽ തന്നെ തരുന്നതാണ്, എഴുതി എടുത്തോണേ കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മൾ ഈ 1 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഇത് വരുന്നത് കേട്ടോ, അറ്റോമിക മാസ്. ഇനി നമ്മൾ അടുത്തൊരാളെ കുറിച്ച് പഠിക്കുന്നത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അവിടെ പടം വരെ കൊടുത്തിട്ടുണ്ട്, ഹെൻറി മോസ്ലി. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസ് അല്ല. നോക്കണേ, അടുത്ത ആൾ വന്ന് എന്താ പറഞ്ഞത്? നമ്മുടെ മെൻഡലീഫ് പറഞ്ഞത് പീരിയോഡിക് ടേബിളിൻ്റെ മൂലകങ്ങൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. എന്നാൽ ഹെൻറി മോസ്ലി പറഞ്ഞു തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെയാണ്. അറ്റോമിക് നമ്പർ എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? അറ്റോമിക് നമ്പർ എന്താണ്? അപ്പം നമ്മുടെ
മെൻഡലീഫ് പറഞ്ഞത് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഹെൻറി മോസ്ലി വന്ന് എന്താ പറഞ്ഞത്? അല്ല, അറ്റോമിക നമ്പറിനെയാണെന്ന് ആര് കണ്ടുപിടിച്ച്? ഹെൻറി മോസ്ലി. ഓരോരുത്തരും കണ്ടുപിടിച്ചത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹെൻറി മോസ്ലി എന്താ കണ്ടുപിടിച്ചത്? അദ്ദേഹം തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, മറിച്ച് അറ്റോമിക നമ്പറിനെയാണ് എന്ന് കണ്ടെത്തി. അദ്ദേഹം എന്നിട്ട് മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പീരിയോഡിക്ക് എന്ത് ചെയ്തു? പീരിയോഡിക്കിൻ്റെ നിയമം എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ചുകൂടെ അതിനെ അങ്ങ് പരിഷ്കരിച്ചു. അത് ആധുനിക പീരിയോഡിക് നിയമം എന്ന് അറിയപ്പെട്ടു. നമ്മുടെ നോട്ടിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ആധുനിക പീരിയോഡിക് നിയമം എന്ന് അറിയപ്പെട്ടു. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ആധുനിക പീരിയോഡിക് നിയമം? മോഡേൺ പീരിയോഡിക് ലോ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമായാണ്. എന്താവും നിങ്ങളെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ the physical and chemical properties of elements are ഇവിടെ periodic functions of their atomic number. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലം, വീണ്ടും കേട്ടോ, അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമായാണ്. 2 മാർക്കിൻ്റെ ചോദ്യവും നിങ്ങളെ ഓണപരീക്ഷയുടെ മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എഴുതിക്കോണം. ഏതാണ്? ഞാൻ ആ നോട്ട് അങ്ങ് തരത്തേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം ഇത് പറയുന്നുണ്ട്, നോട്ട് അതിലുണ്ടെന്ന് കേട്ടോ. അപ്പം നിങ്ങളതങ്ങ് എഴുതണേ. എന്താ? മൂലകങ്ങളുടെ ഗുണങ്ങളും മലയാളം എഴുതിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ. ഞാൻ അതിൻ്റെ മലയാളം എഴുതിയിട്ടില്ല, അപ്പം അതിൻ്റെ ഇംഗ്ലീഷാണ്, കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞു തരുന്നതിൻ്റെ മലയാളം ഇംഗ്ലീഷാണ് കേട്ടോ. മലയാളം ഇതിനകത്തിലാണ്ട് കൊടുത്തിട്ടുണ്ട്. ആ മോഡേൺ പീരിയോഡിക് ലോ എന്നാൽ എന്തെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷാണ്. മലയാളം ദാ കിടക്കുന്നു. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലമായാണ്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. നമ്മൾ പഠിച്ച ഇത് ഓർത്ത് വെച്ചേക്കണേ. ഏതാ? മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഠിച്ചോണേ കുഞ്ഞുങ്ങളെ, അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് ഹെൻറി മോസ്ലി പറഞ്ഞിരിക്കുന്നത് എന്താ? അദ്ദേഹം പരീക്ഷണങ്ങളുടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് അറ്റോമിക മാസിനെ അല്ല, അറ്റോമിക നമ്പറിനെയാണെന്ന് കണ്ടുപിടിച്ചു. മറന്നു പോകല്ലേ കുഞ്ഞുങ്ങളെ. ആ 1 മാർക്കിൻ്റെയും പഠിച്ചോണേ. അടുത്തത് എന്താണ്? മോഡേൺ പീരിയോഡിക് ലോ. അതാണ്ട് ഇത് ഇംഗ്ലീഷിൽ അപ്പുറത്തുണ്ട്, മലയാളമാണിത് കേട്ടോ. നോട്ടില്ല എന്ന് പറയല്ലേ കുഞ്ഞുങ്ങളെ, നോട്ടാണ് ഇതൊക്കെ. ഇനി ആധുനിക പീരിയോഡിക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മോസ്ലി മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമം അല്ലേ, ആരോഹണ ക്രമത്തിൽ അതിനെ വിന്യസിപ്പിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു കേട്ടോ. അതും നമ്മുടെ നോട്ടിലുണ്ട്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ എന്തെല്ലാം? മുമ്പ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഇവിടെ ചോദ്യമുണ്ട്. അത് ഈ സ്റ്റാപ്ലെയർ അടിച്ചു വെച്ചേക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാപ്ലെയറെ കൊണ്ട് നോക്കുന്നില്ല. മെൻഡലീഫിൻ്റെ പീരിയോഡ് ടേബിളിൻ്റെ മേന്മ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, എഴുതിയെടുത്തോണേ. മെൻഡലീഫിൻ പീരിയോഡ് ടേബിളിൻ്റെ പരിമിതി എന്തൊക്കെയാണെന്നും എഴുതിയെടുത്തോണം. അടുത്ത ചോദ്യം നമ്മൾ വെച്ച് ഇപ്പം പഠിച്ച മോഡേൺ പീരിയോഡിക് ലോയുടെ മേന്മകൾ എന്തെല്ലാം കേട്ടോ. തിരിഞ്ഞു പോകല്ലേ, ഇതൊക്കെ തിരിഞ്ഞു പോകല്ലേ. മലയാളം ഞാൻ ഈ പുസ്തകം എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ, അതിനാണ് മലയാളം എടുത്തത്. നോട്ട് ഇംഗ്ലീഷിലാണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഇംഗ്ലീഷിൽ നോട്ടിൻ്റെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നതാണ് നമ്മുടെ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതിയാണേ കേട്ടോ. പരിമിതിയാണ് ഈ പറയുന്നത്. അത് നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. ഗുണങ്ങളിൽ വ്യത്യാസം, പല ഗുണങ്ങളുള്ള മൂലകങ്ങളുണ്ടല്ലോ, അത് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയെന്നാണ് മെൻഡലീഫിൻ്റെ ഒരു പരിമിതി. പിന്നെ ഉദാഹരണം എന്ന് വെച്ചാൽ സോഡിയം, പൊട്ടാസ്യം ഇവയൊക്കെ മുതലായവ മൃദുലോഹങ്ങളോടൊപ്പം മൃദുവായ ലോഹങ്ങളായ കോപ്പർ, സിൽവർ തുടങ്ങി കാഠിന്യം കൂടിയ ലോഹങ്ങളിലും ഉൾപ്പെടുത്തി. 2 കൂടെ ഒരെണ്ണത്തിൽ ഉൾപ്പെടുത്തി. മനസ്സിലായോ? സോഡിയവും പൊട്ടാസ്യവും എന്നീ മൃദുവായ എന്ന് വെച്ചാൽ വലിയ കട്ടിയില്ലാത്ത ഈ ലോഹങ്ങളും അദ്ദേഹം കട്ടി കൂടിയ കോപ്പർ, സിൽവർ എന്നീ ലോഹത്തിനകത്തിലാണ് എഴുതി വെച്ചിരുന്നത് കേട്ടോ. അത് ഞാൻ ഇപ്പുറത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ നമ്മുടെ മോസ്ലി ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ചും ധാരണ അദ്ദേഹത്തിന് ലഭിച്ചു.
അദ്ദേഹം കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിരുന്നു അല്ലേ, അദ്ദേഹത്തിനേക്കാൾ കുറച്ചുകൂടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും കഴിവുണ്ട്. അത് അന്നത്തെ കാലത്ത് അദ്ദേഹം അത്രയൊക്കെ കണ്ടുപിടിച്ചെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, അപ്പുറത്തെ വീട്ടിൽ എന്തോ വെക്കുന്നുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ എന്തോ വെക്കുന്നത്, ഇതൊക്കെ അല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. ഫോണിനകത്തിൽ ഏതൊക്കെ ഗെയിമുണ്ട് അല്ലേ, അതൊക്കെയാണ് നമ്മുടെ കണ്ടുപിടുത്തം. അല്ലാതെ നമ്മൾ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അവിടെ അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് അദ്ദേഹം ഇതൊക്കെ കണ്ടുപിടിച്ച് ആ തലമണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു അല്ലേ. അടുത്ത ആൾ പരിമിതി എന്താണെന്ന്, പരിമിതികളെ കുറിച്ച് തിരിഞ്ഞു പോലെ കേട്ടോ. സോഡിയം പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തിയായിരുന്നു അല്ലേ. എന്നാൽ പിന്നീട് പീരിയോഡിക് ടേബിളിൻ്റെ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ നമ്മുടെ മോസ്ലി രണ്ടാമത് വന്ന ആൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ, ഒരു മൂലകം എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്തുവാന്ന് അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ചെറിയ ധാരണ ലഭിച്ചു കേട്ടോ. ഇനി ആധുനിക പീരിയോഡിക് ടേബിൾ, ആധുനിക ഏതാണെന്ന് ഓർത്തോടെ, മോഡേൺ പീരിയോഡിക് ലോയിൽ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം. അതിൽ അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾക്ക് വ്യത്യസ്ത സ്ഥാനം നൽകാൻ കഴിയുന്നില്ല എന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതി പരിഹരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു പരിമിതിയാണ് കേട്ടോ. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടായി കുഞ്ഞുങ്ങളെ കേട്ടോ. അദ്ദേഹം അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി അദ്ദേഹം പാലിക്കപ്പെട്ടിട്ടില്ല. അന്നത്തെ കാലത്ത് അദ്ദേഹം ആവുന്ന ജോലിയൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചു, പക്ഷെ കറക്റ്റായ ഓർഡറിലൊന്നും അങ്ങോട്ട് ആയില്ല. അതാണ് സംഭവം. ഇനി അതായത് ആർഗൺ കണ്ടോ, ആർഗണിൻ്റെ അറ്റോമിക് മാസ് 40. ആ മൂലകത്തിന് ശേഷമാണ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് മാസ് 39. എന്നാൽ മൂലകത്തിൻ്റെ സ്ഥാനം, ഈ മൂലകത്തിൻ്റെ സ്ഥാനം എവിടെയൊക്കെയാണെന്നുള്ളത് ഇപ്പം ഞാൻ അപ്പുറത്ത് പറയാം. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിപ്പിച്ചിരിക്കുന്നില്ല. അറ്റോമിക മാസിൻ്റെ ഇത്തരത്തിലുള്ള ക്രമരാഹിത്യം അല്ല എന്നാണ് പറയുന്നത്. വിവിധ രൂപത്തിലുള്ള പീരിയോഡിക് ടേബിളിൻ്റെ കാലാകാലമായി രൂപപ്പെട്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിൾ ആണ് ഇപ്പോൾ നമ്മുടെ പ്രചാരത്തിൽ ഉള്ളത്. പഠിച്ചോണെ, എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേബിളിനെ കുറിച്ചാണ് നിങ്ങളെ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ലപോലെ അറിയേണ്ടത്. പീരിയോഡിക് ടേബിൾ വിലങ്ങനെയുള്ള നിരകളെ ഹൊറിസോണ്ടൽ അല്ലെ, വിലങ്ങനേക്ക് ഇംഗ്ലീഷാണ് ഹൊറിസോണ്ടൽ, അതിനെ പീരിയഡ്സുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകളെന്നും വിളിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ, പീരിയോഡിക് ടേബിൾ. നമ്മൾ ഇതുവരെ പഠിച്ചത് 2 പേരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ചും അതിലുള്ള കുറ്റങ്ങളും കുറവുകളെ കുറിച്ചുമാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് മൊത്തം. ഇതാണ് പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കണേ കുഞ്ഞുങ്ങളെ, ഹൊറിസോണ്ടൽ റോ കേട്ടോ. അതായത് വിലങ്ങനെ ഉള്ളതിനെ നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നു. പീരീഡുകൾ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. പീരീഡ്സ് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചോണേ കേട്ടോ. ആ നോട്ടിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് എന്താ സംശയമല്ലോ ഉണ്ടെങ്കിൽ നാടോ നിങ്ങളെ, പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിരകളെ പീരിയഡുകൾ എന്നാണ്. പീരിയഡുകൾ, പീരീഡ്സ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും പീരീഡ്സ് കണ്ടോ, പീരിയഡുകൾ. കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകളെന്നും പറയുന്നു. അപ്പോൾ അത് ഏതാണെന്നാണ് ഞാൻ പറയാൻ വന്നത്. മനസ്സിലായോ? ഇത് നിങ്ങളെ പീരിയോഡിക് ടേബിളാണ്. ഹൊറിസോണ്ടൽ റോ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ദണ്ടിങ്ങനെ നേരെ ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് മറന്നുപോലെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വിലങ്ങനെ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോണേ കുഞ്ഞുങ്ങളെ, നല്ലപോലെ ഈ ടേബിളിനെ കുറിച്ചൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ വരയ്ക്കത്തില്ല, ഇങ്ങനെ 1 2 ഇങ്ങനെ കണ്ടോ, മനസ്സിലായോ? ഇതാണ് ഹൊറിസോണ്ടൽ. ഇനി വെർട്ടിക്കൽ കോളം, അതിനെയാണ് കുത്തനെ എന്ന് വെച്ചാൽ താപ്പൂട്ട് കേട്ടോ. അതിനെ നമ്മൾ ഗ്രൂപ്പുകളെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങളുണ്ട്, മനസ്സിലാക്കി തന്നെ പോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതെന്ന് വെച്ചാൽ മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ അറിയണം, മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ, ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ, അതുപോലെ തന്നെ ഐസോട്ടോപ്പിൻ്റെ സെയിം എലമെൻറ്റ്സ് ആണോ എന്നൊരു ചോദ്യം നമുക്കുണ്ട്. മോഡേൺ പീരിയോഡിക് ലോ എന്നാൽ എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് എന്താണെന്നാണ്. അതത്രയും നമ്മുടെ നോട്ടിലുണ്ട്, എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഹൗ മെനി പീരീഡ്സ് ആർ ദെയർ. ഇവിടെ പീരീഡുകൾ മൊത്തം എത്രയുണ്ട് എന്നാണ് അടുത്ത ചോദ്യം.
നല്ലപോലെ നോക്കണേ നിങ്ങൾ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്. ഞാനിപ്പോൾ ഇത് പറയുമ്പം നിങ്ങൾ അത് എഴുതിക്കോണം കേട്ടോ. മനസ്സിലാക്കി തന്നെ പോണേ. ഹൗ മെനി പീരീഡ്സ് ആർ ദെയർ? പീരീഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പീരിയഡുകൾ എന്നാ, പീരിയഡുകൾ അല്ലേ, പീരിയഡുകൾ അല്ലെങ്കിൽ പീരീഡ്സ്, നമുക്ക് സ്പീഡിൽ പറയാം പീരീഡ്സ് എന്ന് പറയാം കേട്ടോ, പീരിയഡുകൾ എന്നാണ് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. എന്താണ്ടേ 1 പീരീഡ്സ് എന്ന് വെച്ചാൽ എന്താ, അത് ഇങ്ങനെ വരയ്ക്കുന്നതിലല്ലേ, നോക്കി ഇവിടെ 1, അടുത്ത ഇത് രണ്ടാമത്തെ, നോക്കി അടുത്ത ഇത് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് 1 2 3, ഇവിടെ നോക്കിയേ 4 5 6 7, നോക്കിയേ മൊത്തം എത്ര എണ്ണം ഉണ്ട്, 7 എണ്ണം കണ്ടോ. അപ്പോൾ ഇതോ ഇവിടെ താഴെ ഒരു ബോക്സിൽ കുറേ കാര്യം കിടപ്പുണ്ട്, അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക, ഞാൻ പറയാം, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മുടെ 6ാമത്തെയും 7ാമത്തെയും ദാണ്ട് ഇവിടെ 2 നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇവിടെ ലാലു എന്ന് അടിച്ചേക്കുന്നുണ്ടോ, ലാലു ലാ എന്ന് വെച്ചാൽ എന്താ പറയുക, ലാന്തേനിയം കേട്ടോ, ലാന്തേനിയം എന്നാണ്ട് ഇവിടെ ഫസ്റ്റ് കണ്ടോ 56ാമത്തെയാണ്. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ 56 57 മുതൽ 71 വരെ എന്നാ ലാലു എന്ന് അടിച്ചു വെച്ചേക്കുന്നത് കണ്ടോ, 57 to 71. അതാണ് ഈ താഴത്തെ ഈ റോയിൽ കിടക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ. അതായത് ലാന്തേനിയം മുതൽ ലുട്ടീനിയം വരെ അല്ലേ കണ്ടോ. അതാണെങ്കിൽ ലു എന്നടിച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ ആക്ലിയർ, AC ഉണ്ട്, LR ഉണ്ട് കണ്ടോ. അതായത് ആക്ടീനിയം മുതൽ എന്താ ലോവറൻസിയം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ലോവൻസിയം എന്ന് പറയുന്ന ഒരു ഇത് കണ്ടോ. അതാണ് AC മുതൽ LR വരെ, മനസ്സിലായോ. അത് താണ്ട് ഈ റോയിലും വരുന്നതാണ്, മനസ്സിലായോ, ഈ ബോക്സിൽ, മനസ്സിലായോ. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. നിങ്ങൾ ഈ 2 എന്തിനാന്ന് ചോദിച്ചോണ്ട് അങ്ങ് പറഞ്ഞതാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി പീരീഡ്സ് ആർ ദെയർ? ഇവിടെ എത്ര പീരീഡ്സുകൾ ഉണ്ടെന്നാവും നിങ്ങളെ നോക്കിക്കേ. 1 എന്ന് വെച്ചാൽ താണ്ടി ഇതാണ് 1, ഇങ്ങോട്ട് നോക്കിയേ 2, അങ്ങനെ 3 4 5 6 7 പീരീഡ്സുകൾ മൊത്തം 7 എണ്ണം ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ്സ് മൊത്തം എത്ര ഉണ്ടെന്ന്, ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ, താപ്പോട്ടുള്ളത് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഗ്രൂപ്പ്സ് കണ്ടോ. ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ താപ്പോട്ട്, ഒറ്റയടിക്ക് പറഞ്ഞാൽ ഗ്രൂപ്പ്സ് താപ്പോട്ട് കണ്ടോ. താപ്പോട്ട് മൊത്തം എത്ര ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 18. ഇനി എന്താ നിങ്ങളെ നമ്മുടെ അടുത്ത് പീരീഡ്സ് എത്ര എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് അതും നാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൊത്തം 7 എണ്ണം കേട്ടോ. മനസ്സിലാക്കി പോണേ, 7 എണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 18 എണ്ണം കേട്ടോ. അടുത്ത നമ്മളോട് ചോദിച്ചത് വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്? വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ? ഏതാ നിങ്ങൾ ഇവിടെ ലീസ്റ്റ് നമ്പർ ഏതാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ലീസ്റ്റ് നമ്പർ ഏതാന്ന്? വിച്ച് പീരീഡ്, ഏത് പീരീഡിലാണ് ഏറ്റവും കുറവുള്ളത് നോക്കിയേ. പീരീഡ് 1 അല്ലേ, പീരീഡ് 1 നോക്കിയേ 2 എണ്ണേ ഉള്ളൂ കണ്ടോ, ഒരു ഹൈഡ്രജനും ഒരു ഹീലിയവും, ബാക്കിയുള്ളത് നോക്കിക്കേ. മനസ്സിലായ, പീരീഡ്സ് ഫസ്റ്റ് പീരീഡ് ഇതല്ലേ, ആ ഒരു റോയിൽ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തേ, ആകെ 2 എണ്ണേ കിടപ്പുള്ളൂ അല്ലേ. ഫസ്റ്റ് അതായത് 2 എലമെന്റ്സ് ഉണ്ടെങ്കിലും ഏത് പീരീഡിലാണെന്നാണ് നമ്മളോട് ചോദിച്ചത്, ഏതാ ഫസ്റ്റ് പീരീഡ് അല്ലേ, പീരീഡ് 1. ചോദ്യം കേട്ടിട്ടേ എഴുതാവൂ. നമ്മളോട് ചോദിച്ചാൽ വിച്ച് പീരീഡ് ഏത് പീരീഡിലാണ് ഏറ്റവും കുറച്ച് എലമെന്റ്സ് ഉള്ളത്, പീരീഡ് 1 കേട്ടോ, പീരീഡ് 1. അടുത്ത ചോദ്യം എന്താ, ആർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പീരീഡ് 2 and 3 ദ സെയിം? 2ഉം 3ഉം സെയിം ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 2ഉം 3ഉം നോക്കൂ നിങ്ങളെ, 2 ഇത് 3 ഇത്, 1 2 3 4 5 6 7 8 എണ്ണം, 1 2 3 4 5 6 7 8 എണ്ണം. ശരിയാ 2ലും 3ലും 8 എണ്ണം വീതേ ഉള്ളൂ അല്ലേ. ഇവിടെ നോക്കിയേ 1 2 3 4 5 6 7 8 എണ്ണം, 8 എലമെന്റ്സ് ഉണ്ട്. 3ലും നോക്കിയേ 1 2 3 4 5 6 7 8 എണ്ണം. ശരിയാ, യെസ് കേട്ടോ. 2 എണ്ണത്തിലും എത്ര, 8 എണ്ണം, 8 ഈച്ച്, 2ലും 8 എണ്ണം വീതം. അടുത്ത ഹൗ മെനി എലമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ 4th പീരീഡ്? 4ാമത്തെ പീരീഡ് നോക്കൂ കുഞ്ഞുങ്ങളെ, 4ാമത്തെ പീരീഡിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. 4 എന്ന് വെച്ചാൽ ഇതല്ലേ, എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 കേട്ടോ. 4th പീരീഡിൽ എത്രയാണ്, മൊത്തം
18 കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ആൻഡ് എലമെന്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ പീരിയോഡിക് ടേബിൾ. അങ്ങനെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ഇതിനകത്തിൽ. അതാണ്ടേ ഇതിൻ്റെ എല്ലാം മലയാളം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. നോക്കൂ നിങ്ങൾ, ഇവിടെ പീരീഡുകളുടെ എണ്ണം എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചു. എത്ര എണ്ണം ഉണ്ട്? പീരീഡ്സ് മൊത്തം 7 കേട്ടോ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് മൊത്തം എത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രൂപ്പുകൾ മൊത്തം 18 ഉണ്ട്. പിന്നെ അടുത്ത മൂലങ്ങളുടെ ഏറ്റവും കുറവുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ് 1 കേട്ടോ. പീരീഡിൽ 1 കേട്ടോ. പീരീഡിൽ 1. പിന്നെ 4ാമത്തെ ചോദ്യം, 2ാമത്തെയും 3ാമത്തെയും പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, യെസ്. മലയാളമല്ലേ? അതെ, യെസ് കേട്ടോ. അതെ, മൊത്തം 8 അല്ലേ. പിന്നെ 4ാം പീരീഡിൽ എത്ര മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4ാമത്തേനകത്തിൽ 18 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മൂലകത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ നിന്ന് ലഭിക്കുന്നത്? സയൻസ് ഡയറിയിൽ എഴുതാൻ. എന്തൊക്കെയാണ് നിങ്ങളെ? പേര്, സിമ്പല്, പിന്നെ അതിൻ്റെ മാസ് നമ്പർ അല്ലേ, മാസ് നമ്പർ ഉണ്ട്. പിന്നെ അറ്റോമിക് നമ്പർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? അറ്റോമിക് നമ്പർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ നമുക്ക് എഴുതാം. ഗ്രൂപ്പ് നമ്പർ പിന്നെന്തോ എഴുതാൻ പറ്റും? അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും അല്ലേ, ഇല്ലയോ? പിന്നെ എലമെൻസിൻ്റെ ഫാമിലി എഴുതാം അല്ലേ. മൂലകത്തിൻ്റെ കുടുംബത്തെ ഏത് കുടുംബത്തിലുള്ളതാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. എലമെൻസ് ഫാമിലിയെ കുടുംബം അല്ലേ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതാണ്ട് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും പറയുമ്പം പറയാനിരുന്നത് അത്, പക്ഷേ അത് ഇതിനകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാവും നിങ്ങൾ. അപ്പോൾ ഇത് ഓർത്തോണേ, നിങ്ങളിത് മറക്കരുത്. ഇങ്ങോട്ട് പോകുന്നത് പീരീഡും താപ്പോട്ട് തരുന്നത് ഗ്രൂപ്പുമാണ് കേട്ടോ. ഓർത്ത് വെച്ച് വെക്കണേ. ഇനി ഈ തന്നിരിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് താണ്ട് ഈ 6ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഇത് ഇത്രയും കേട്ടോ. 6ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഇത്. 7ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഇതും കേട്ടോ. അതെങ്ങനെയാ വന്നതെന്നുള്ള ഇത് അഡീഷണൽ ഒന്നുമല്ല. 6ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഫസ്റ്റ്, 7ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് സെക്കൻഡ് കേട്ടോ. ആ സംശയം അങ്ങ് മാറിയോ? ഇതൊക്കെ എവിടെ നിന്നാ എങ്ങനെയൊക്കെയാണ്? ഇനി നമ്മുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താ പറയുക, ഈ 1ാമത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടോ? ഫസ്റ്റ് ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് അതായത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എന്നൊക്കെ പറയുന്നത് തന്നിട്ടുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് മൂലകത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനത് എഴുതിയായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി. അതാണ്. അതിന് മുമ്പേ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. അതായത് പീരീഡ് നമ്പറും നമ്പർ ഓഫ് എലമെൻറ്റ്സും മൂലകങ്ങളുടെ എണ്ണവും 1ാമത്തെ പീരീഡ്സ് എന്താണെന്ന് അറിയാമായിരുന്നല്ലോ, പീരീഡ്സുകൾ. അപ്പോൾ അതിനകത്തിൽ 2 കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. എങ്ങനെയാണ് 2 വന്നത്? ഓക്കെ, അതെ 1, 2 ഉള്ളൂ 1ാമത്തെ പീരീഡ്സിൽ. 2ാമത്തതിൽ 1, 2, 3, 4, 5, 6, 7, 8 മനസ്സിലായോ? അതുകൊണ്ട് ഇത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ ചോദിക്കും പീരീഡ് നമ്പറിൽ മൂലകങ്ങളുടെ എണ്ണം 2, 2ാമത്തതിൽ 8, 3ാമത്തെ ഗ്രൂപ്പിൽ പീരീഡ്സിൽ 8, 4ാമത്തെ പീരീഡ്സിൽ 18, 5ാമത്തെ പീരീഡ്സിൽ എത്ര? 18 അല്ലേ. 6ാമത്തെ ഇതിൽ 32, 7ാമത്തതിൽ 32. ഈ എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 2, 8, 8, 18, 18, 32, 32 കേട്ടോ. 2, 8, 8, 18, 18, 32, 32 കേട്ടോ. ഇതെന്തുവാന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ഇതിൽ 2, മറ്റേ ഇതിൽ ഈ 2ലും 3ലും 8 വീതേ ഉള്ളൂ. 2ലും 3ലും 8 വീതേ ഉള്ളൂ. എന്നാൽ 4ലും 5ലും 18 വീതമുണ്ട് കേട്ടോ. എന്നാൽ 6ലും 7ലും എത്ര ഉണ്ട്? 32. ഈ 32 നിങ്ങൾ ഇത് എണ്ണി നോക്കിയപ്പോൾ കിട്ടിയായിരുന്നോ? നോക്കിയേ, 6ാമത്തതിൽ ഇത് എണ്ണി നോക്കിയപ്പോൾ 32 ഉണ്ടോ? ഇല്ല. ദാണ്ട് ഇതുകൂടെ കൂട്ടണം കേട്ടോ. 6ാമത്തെ റോയിലെയാണ് ഇത്. ദാണ്ട് ഈ ബോക്സിൽ വരുന്ന സാധനങ്ങളാണ്. ഇത്രയും കൂടെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. അതാണ് 6ാമത്തെ റോയിൽ. ഇതുകൂടെ കൂട്ടുമ്പോഴാണ് 32. 7ാമത്തെ റോയിലും ഇത് ഇത്രയും മാത്രം കൂട്ടിയാൽ 32 വരത്തില്ല. ഈ കിടക്കുന്നതും കൂടെ കൂട്ടുമ്പോഴേ 32 ആവത്തുള്ളൂ കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതായത് ഷോർട്ട് പീരീഡ്, മൂലകങ്ങളുടെ ഏറ്റവും കുറവുള്ള പീരീഡ് എന്ന് വെച്ചാൽ 1, ലോങ്ങസ്റ്റ് പീരീഡ് വലിയ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ഉം 7ഉമാണ്
കേട്ടോ. മൊത്തം 32 എണ്ണം. നമ്പർ ഓഫ് എലമെന്റ്സ് സെക്കൻഡും തേർഡും പീരീഡിൽ 2, 3 പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 8. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. മലയാളം എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമല്ലേ. അടുത്ത കുഞ്ഞുങ്ങൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, നമ്മുടെ ടെസ്റ്റിൽ തന്ന കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. പഠിച്ച് വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. ഞാൻ ഇത് കാണിച്ചത് നമ്മുടെ ടെസ്റ്റ് ചെയ്താണ്ട് ഈ ഒന്നാമത്തെ ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ, ദാണ്ട് ഈ താപ്പോട്ടുള്ള ഈ ഫസ്റ്റ് ഗ്രൂപ്പ് കണ്ടോ, അതിൻ്റെ എഴുതി നിങ്ങൾക്ക് അതിനകത്ത് പേര് തരാത്തതുകൊണ്ട് ഞാനിവിടെ പേര് എഴുതി വെച്ചിരിക്കുക. ഹൈഡ്രജന് H എന്ന് പറയും, ലിഥിയത്തിന് Li, സോഡിയം Na, പൊട്ടാസ്യം K, റുബീഡിയം Rb, കാൽഷ്യം CS, ഫ്രാൻസിയം Fr കേട്ടോ. ഇതിനെ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. ഹൈഡ്രജന് 1 എണ്ണം, അത് 1. ലിഥിയത്തിന് 3 എണ്ണം, 3 ആകുമ്പോൾ അറ്റോമിക് നമ്പർ ആണ് 3. അത് എങ്ങനെ എഴുതും നമുക്ക്? ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ചാൽ 2ഉം 1ഉം, ഫസ്റ്റിൽ 2 എണ്ണേ വരത്തുള്ളേ. അടുത്ത സോഡിയം 11, അറ്റോമിക് നമ്പർ 11 ആകുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 കഴിഞ്ഞാൽ പിന്നെ 8 എഴുതണം, 8 കഴിഞ്ഞാൽ അതായത് 10, 1, 11. പൊട്ടാസ്യം 19 ആണെങ്കിൽ 2, 8, 8, 1 മനസ്സിലാക്കി പോണേ. അടുത്ത റുബീഡിയത്തിന് നോക്കിയാൽ 37 ആണ്, അറ്റോമിക് നമ്പർ 37 ആണെങ്കിൽ എങ്ങനെ എഴുതും? 2, 8, 18, 8, 1 എന്നാണ് എഴുതേണ്ടത്. പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. അടുത്തത് എന്താ, കാൽഷ്യത്തിന് എന്താ CCM ആയിരുന്നു, കാഷ്യൂ അത് 55 ആണ്. 2, 8, 18, 18, 8, 1 കേട്ടോ. ഫ്രാൻസിയത്തിന് 87 ആണ്, അത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണമല്ലോ. 2, 8, 18. നമ്മൾ പാൻഡ്രോൺ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജലജ എന്ന് പറയുന്നതിനെ തിരിച്ചു വായിച്ചാലും ഇങ്ങനെ വായിച്ചാലും ഒരുപോലെ, ഓർമ്മയുണ്ടോ? ഇപ്പം സരസ ഇങ്ങനെ വായിച്ചാലും സരസ, ഇങ്ങനെ വായിച്ചാലും സരസ എന്ന് പറയുന്ന പോലെ ഇത് കണ്ടോ. അവിടെ 2, 8, 11, 18, 32, 18, 8, 1. പക്ഷേ ഇവിടെ ഞാനാ പറഞ്ഞെങ്കിലും ഇവിടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ നോക്കി ആരാ വന്നേക്കുന്നത്? 1 വന്നേക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാ? അത് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരാണിതെല്ലാം. നമ്മളെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഇത് ഇത്രയും. ഏതാ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, കാൽഷ്യം, ഫ്രാൻസിയം എന്നിവ ഗ്രൂപ്പ് 1ൽ വരുന്നതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്പർ എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് നോക്കണേ കുഞ്ഞില്ലേ. രണ്ടാമത്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബെർലിയം മുതൽ കണ്ടോ, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണ്ടിയം, ബേരിയം, റേഡിയം കണ്ടോ. ഇത് ഇത്രയും എത്രാമത്തെ? 2ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അറ്റോമിക് നമ്പർ കൊടുത്തേക്കുന്നത് കണ്ടോ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തേക്കുന്നത് കണ്ടോ. അതിൻ്റെയും ലാസ്റ്റ് നോക്കിയോ നിങ്ങൾ എത്ര വന്നേക്കുന്നത്? 2. എന്തുകൊണ്ടാണ് അത് 2 വന്നത്? ഗ്രൂപ്പ് 2 പീരിയോഡിക് ടേബിളിലെ 2ാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരാണ് ഇതെല്ലാം. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലും എന്താ വന്നത്? 2 വന്നത് കേട്ടോ. അതും പഠിച്ച് വെച്ചേക്കണേ. എന്തുകൊണ്ടാ, എങ്ങനെയാ വന്നേ, നമ്മൾ ഏത് ഗ്രൂപ്പിലെ എടുത്തതെന്ന് നമുക്കിത് ചെയ്യുമ്പം അറിയാൻ പറ്റും. മനസ്സിലായോ? ലാസ്റ്റ് 2 വന്നാൽ ഓർത്തോണം, അത് 2ാമത്തെ ഗ്രൂപ്പിലെയാണ്. മനസ്സിലാവും? ഏറ്റവും ലാസ്റ്റ് 1 വന്നാൽ അത് 1ാം ഗ്രൂപ്പിലെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം ഇത് ഇത്രയും നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ ഞാൻ ഇതിപ്പോൾ നോട്ടും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. നിങ്ങൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുത്തോണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.